നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. മഹാദുരന്തത്തിൻ്റെ മരവിപ്പും ഞെട്ടലും മാറാതെ മുണ്ടത്തിക്കോടും പൂരനഗരിയും. വെടിക്കെട്ട് പുരയിലെ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 14ആയി. പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ഠി ആഘോഷിച്ചു. വർണ്ണക്കാഴ്ചയായി കാവടിയാട്ടം. വാൽപ്പാറ ദുരന്തം. ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. മുൻ മന്ത്രി PK ചാത്തൻ മാസ്റ്ററെ അനുസ്മരിച്ച് BKMU പുതുക്കാട് മണ്ഡലം കമ്മിറ്റി. വിശദമായ വാർത്തകളിലേക്ക്. മഹാദുരന്തത്തിൻ്റെ മരവിപ്പും ഞെട്ടലും മാറാതെ മുണ്ടത്തിക്കോടും പൂരനഗരിയും. മുണ്ടത്തിക്കോട് കഴിഞ്ഞ ദിവസമുണ്ടായ വെടിക്കെട്ട് പുരയിലെ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 14ആയി. വെന്റിലേറ്ററിൽ ആയിരുന്ന പട്ടാമ്പി സ്വദേശി 45 വയസ്സുള്ള പ്രവീൺ മരിച്ചതോടെയാണ് മരണസംഖ്യ 14ആയി ഉയർന്നത്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകി. സ്ഫോടനം സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷനാണ് അന്വേഷണത്തിന്റെ ചുമതല. സ്ഫോടനത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപയും ഉൾപ്പെടെ 14 ലക്ഷം രൂപ അടിയന്തര ധനസഹായം അനുവദിക്കും. പരുക്കേറ്റവർക്ക് ദുരന്ത പ്രതികരണ നിധി പ്രകാരം അനുവദനീയമായ തുകയും അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി അനുവദിക്കും. പരുക്കേറ്റവർക്ക് 6 മാസത്തേക്കുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. ഇതിനാവശ്യമായ തുക ജില്ലാ കളക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കാവുന്നതാണ്. ഇതിനു പുറമെ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അനുവദനീയമായ തുക ചികിത്സാ ധനസഹായമായി നൽകും. 6 മാസത്തിലധികമായി ചികിത്സ വേണ്ടിവന്നാൽ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശുപാർശ ചെയ്യപ്പെട്ട സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ ചെലവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും. മൃതദേഹങ്ങൾ മറവു ചെയ്യുന്നതിനും DNA മാച്ചിങ്ങിനായി സാമ്പിളുകൾ ശേഖരിക്കുന്നതിനുമായി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പുറപ്പെടുവിക്കുന്നതിനാവശ്യമായ നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് നൽകി. അതിനിടെ മുണ്ടത്തിക്കോട് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പാറമേക്കാവ് ദേവസ്വത്തിനു വേണ്ടി പാലക്കാട് ജില്ലയിൽ വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിച്ചിരുന്ന പടക്ക നിർമ്മാണശാലയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. പാലക്കാട് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ചിറ്റൂർ തഹസിൽദാർ R രാമചന്ദ്രനാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. പാലക്കാട് മുതലമട വെള്ളാരം കടവിലുള്ള വെടിമരുന്ന് നിർമ്മാണശാലയ്ക്കാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. തൃശൂർ പൂരം നടത്തണോ എന്ന കാര്യത്തിൽ തീരുമാനം വ്യാഴാഴ്ചയെടുക്കും. ദേവസ്വങ്ങളും ജില്ലാ ഭരണകൂടവും വ്യാഴാഴ്ച രാവിലെ യോഗം ചേർന്നായിരിക്കും തീരുമാനമെടുക്കുക. രാവിലെ 10:30 നടക്കും. യോഗം വിളിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതായി ദേവസ്വം മന്ത്രി VN വാസവൻ അറിയിച്ചു. സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കില്ലെന്നും ദേവസ്വങ്ങളുമായി കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കും തീരുമാനമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ചികിത്സയിലായതിനാലാണ് മുഖ്യമന്ത്രി സംഭവസ്ഥലത്ത് എത്താത്തതെന്ന് അദ്ദേഹം അറിയിച്ചു. അതേസമയം മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളികളിൽ തിരുവമ്പാടി ഇത്തവണ വെടിക്കെട്ടിനിൽ നിന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ. സർക്കാരും ജനങ്ങളും എന്തു പറയുന്നോ അതനുസരിക്കുമെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. ആഘോഷപൂർവ്വം പൂരം നടത്താനുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ. മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളെ ചേർത്തു നിർത്താനുള്ള കാര്യങ്ങളിലാണ് ദേവസ്വത്തിന്റെ ശ്രദ്ധയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തിരുവമ്പാടി ദിവസത്തിലെ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ 5 പേരും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഏത് അന്വേഷണത്തെയും ദേവസ്വം സ്വാഗതം ചെയ്യുന്നു. നിരോധിത വെടിമരുന്ന് ഉൽപ്പന്നങ്ങൾ അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ദേവസ്വം കരുതുന്നത്. മുണ്ടത്തിക്കോട് സതീശന് ദേവസ്വം കരാർ നൽകിയിരിക്കുകയാണ്. അദ്ദേഹം മറ്റു ഉത്സവങ്ങളുടെയും പെരുന്നാളുകളുടെയും ജോലികൾ കൂടി എടുത്തിരിക്കാമെന്നും ഗിരീഷ് കുമാർ പറഞ്ഞു. അപകടത്തിൽ അട്ടിമറിയില്ലെന്നും ദേവസ്വം സെക്രട്ടറി കൂട്ടിച്ചേർത്തു. മന്ത്രിമാർ, MP-മാർ അടക്കമുള്ള ജനപ്രതിനിധികൾ, DGP, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ എന്നിവരെല്ലാം സംഭവസ്ഥലം സന്ദർശിക്കുകയും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ കാണുകയും ചെയ്തു. പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ഠി ആഘോഷിച്ചു. വർണ്ണക്കാഴ്ചയായി കാവടിയാട്ടം. രാവിലെ ഉഷപൂജ, നവകം,
പഞ്ചഗവ്യം, വിശേഷാൽ അഭിഷേകങ്ങൾ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രിമാരായ പറപ്പുകര മനക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി, ഹരി നമ്പൂതിരി എന്നിവരും മേൽശാന്തി ബിനുരാജ് എമ്പ്രാന്തിരിയും ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. സി ഇന്ദിരാവതിയുടെ നേതൃത്വത്തിൽ ഭാഗവത പാരായണവും തുടർന്ന് തൃശൂർ ശ്രീഭജൻസ് അവതരിപ്പിച്ച ഭക്തിഗാനമേളയും നടന്നു. തുടർന്ന് പേലിക്കാവടികളും പൂക്കാവടികളും നിറഞ്ഞാടി. വൈവിധ്യമാർന്ന രൂപങ്ങളും ടാബ്ലോയും വർണ്ണക്കാഴ്ചയായി. വൈകിട്ട് ഓൾ ഇന്ത്യ റേഡിയോ ആർട്ടിസ്റ്റ് കോട്ടപ്പടി സുരേന്ദ്രൻ അവതരിപ്പിച്ച നാദസ്വര കച്ചേരി അരങ്ങേറി. ദീപാരാധനയ്ക്കും ചുറ്റുവിളക്കിനും ശേഷം പാലാഴി ശ്രീരാമകൃഷ്ണത്തിലെ സ്വാമി ശാന്താനന്ദ സരസ്വതിയുടെ ഭക്തിപ്രഭാഷണവും നടന്നു. വാൽപ്പാറയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നൌഷാദ് അലി മരിച്ചു. ബുധനാഴ്ച പുലർച്ചെയായിരുന്നു മരണം. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. അപകടത്തിൽ പരിക്കേറ്റ മറ്റു 2 പേർ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലുള്ള മുഹമ്മദ് ഫായിസിന്റെ ആരോഗ്യനില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുന്നു. ഇദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ്. അതേസമയം കോയമ്പത്തൂരിൽ തന്നെയുള്ള സഹദിൻ മുഹമ്മദിന്റെ നിലയിൽ നേരിയ പുരോഗതിയുള്ളതിനാൽ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മസ്നിൻ ആശുപത്രി വിട്ടു. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനം വാൽപ്പാറയിൽ അപകടത്തിൽപ്പെട്ടത്. നൌഷാദ് അലിയുടെ വിയോഗത്തോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം വർദ്ധിച്ചു. മലപ്പുറം പാങ്ങ് പള്ളിപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള വിനോദയാത്രാ സംഘം സഞ്ചരിച്ച വാൻ വെള്ളിയാഴ്ച വൈകുന്നേരം 5:20-നാണ് വാൽപ്പാറ ചുരം റോഡിൽ 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞത്. കാഴ്ചകളെല്ലാം കണ്ട് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ചുരത്തിലെ 13-ാം ഹെയർപിൻ വളവിൽ വാഹനം നിയന്ത്രണം വിട്ട് പലവട്ടം കീഴ്മേൽ മറിഞ്ഞ് 9-ാം വളവിലേക്ക് വീഴുകയായിരുന്നു. പൊള്ളാച്ചിയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായ സ്ഥലം. പെരിന്തൽമണ്ണയിൽ നിന്ന് വാടകയ്ക്കെടുത്ത ടൂറിസ്റ്റ് വാനിലാണ് ഡ്രൈവർ ഉൾപ്പെടെ 13 പേർ യാത്ര പോയത്. 7 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ 9 പേരാണ് അപകടത്തിൽ മരിച്ചത്. 4 പേർക്കാണ് പരിക്കേറ്റിരുന്നത്. വർഗീയവാദികൾ കേരളത്തിന്റെ മതനിരപേക്ഷ അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുമ്പോൾ PK ചാത്തൻ മാസ്റ്റർ നടത്തിയ പോരാട്ടങ്ങളും നവോത്ഥാന ചിന്തകളും ഏറെ പ്രസക്തവും അനുകരണീയവും മാതൃകയാണെന്ന് CPI സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ് പറഞ്ഞു. CPI നേതാവും കേരളത്തിന്റെ ആദ്യ മന്ത്രിസഭയിലെ തദ്ദേശ സ്വയംഭരണ മന്ത്രിയുമായിരുന്ന PK ചാത്തൻ മാസ്റ്ററുടെ 38-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് BKMU പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂരിൽ നടത്തിയ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BKMU മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, CPI അളകപ്പനഗർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KR അനൂപ്, വട്ട്നാത്ര സഹകരണ ബാങ്ക് പ്രസിഡന്റ് CB സുരേഷ്, AITUC ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K ഉണ്ണികൃഷ്ണൻ, SM റാഫി തുടങ്ങിയവർ പ്രസംഗിച്ചു. ട്രെൻഡി ബ്യൂട്ടി സേവനങ്ങളുമായി ആധുനിക സൗകര്യങ്ങളോടെ ബാർബർ സ്റ്റോറി ഫാമിലി സലൂൺ കല്ലൂർ മാവിൻചൂടിൽ പ്രവർത്തനം ആരംഭിച്ചു. കുടുംബാംഗങ്ങൾക്കെല്ലാം ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് സലൂൺ സജ്ജീകരിച്ചിരിക്കുന്നത്. കല്ലൂർ മാവിൻചുവടിൽ ആരംഭിച്ച ബാർബർ സ്റ്റോറി ഫാമിലി സലൂണിന്റെ ഉദ്ഘാടനം തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് നിർവഹിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, സജിത രജീവ് എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഈ സലൂണിന് വൈവിധ്യമാർന്ന ബ്യൂട്ടി സേവനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് ഹെയർ ടെക്സ്ചറിംഗ്, മേക്കപ്പ് ആൻഡ് വിവിധ ഹെയർ ട്രീറ്റ്മെന്റുകൾ, ഫേഷ്യൽ ആൻഡ് റിച്വൽസ്, ഹാൻഡ് ആൻഡ് ഫീറ്റ് കെയർ, നെയിൽ കെയർ എന്നിവയാണ് ലഭ്യമായ സേവനങ്ങൾ. പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആകർഷകമായ പ്രത്യേക കോംബോ ഓഫറുകളും അധികൃതർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെറും 999 രൂപയ്ക്ക് പെഡിക്യൂർ, ഹെയർ കട്ട്, ക്ലീനപ്പ്, ഡീടാൻ എന്നീ സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകും. നമ്മുടെ മാവിൻചോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെൻസ് ആൻഡ് ലേഡീസ് ബ്യൂട്ടി പാർലർ ബാർബർ സ്റ്റോറി ഇന്നതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടത്തപ്പെട്ടത്. എന്തായാലും നമുക്കറിയാം, ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് എല്ലാവരും ഇപ്പോൾ പ്രായാധിക്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. കാരണം നമുക്കറിയാം, പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഭക്ഷണ രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് അസുഖങ്ങൾ ഇപ്പോൾ പിടിപെടുന്നുണ്ട്. നമുക്കറിയാം, ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം, ഷുഗർ, കൊളസ്ട്രോള്, അങ്ങനെ എന്ന് വേണ്ട ഒരുപാട് അസുഖങ്ങൾ പിടിപെടുന്നത് മൂലം എല്ലാവരുടെ ചർമ്മത്തിലും വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൗന്ദര്യം കാത്തു സൂക്ഷിക്കുക എന്നത് എല്ലാവരുടെയും ഒരു കടമയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ജെൻസ് അതിനോടൊപ്പം തന്നെ ലേഡീസും
ബ്യൂട്ടി പാർലർ ഇവിടെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്. കാരണം വാസ്തവം പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടില്ല കേട്ടോ. ഇന്ന് വരെ പോയിട്ടില്ല. ഈ നിമിഷം വരെ ഇങ്ങനത്തെ ഉദ്ഘാടനങ്ങൾക്ക് പോകാമെന്നല്ലാതെ ഞാൻ ഇന്ന് വരെ കയറിയിട്ടില്ല. എന്തായാലും അത് ആ ഒരു കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തായാലും നമ്മുടെ പഞ്ചായത്തിലെ എല്ലാവരും സുന്ദരന്മാരും സുന്ദരികളായിരിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു ഒരുക്കത്തിൽ നമ്മുടെ വിഘ്നേഷിൻ്റെയും നദീഫിൻ്റെയും ഈ ഒരു ഉദ്യമം വളരെ നന്നായി പോകട്ടെ എന്ന് ഞാൻ ജഗദീഷിനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം നല്ലൊരു സെൻറ്ററിലാണ് നമുക്ക് വന്നു പെട്ടത്. പക്ഷെ ഇത്തിരി എന്താ പറയുക, താഴെത്തട്ടിലല്ലാത്തത് കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് ചെറുതായിട്ടുണ്ടെങ്കിൽ പോലും എല്ലാവരും അതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകും. കാരണം ഇത്രയും അധികം പേര് തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഉദ്യമം നന്നാവട്ടെ എന്ന് ജഗദീഷിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഹായ് എവരിവൺ. അപ്പോൾ നമ്മുടെ മാവഞ്ചോട് ഒരു പുതിയ സ്റ്റോർ ഓപ്പൺ ആയിട്ടുണ്ട്. ബാർബർ സ്റ്റോറി എന്നാണ് അവരുടെ പേര് വരുന്നത്. അപ്പോൾ യൂണിസെക്സ് സലൂണാണ്, ഫാമിലി ഫ്രണ്ട്ലി സലൂണാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. സോ ഇനോഗ്രേഷൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ ഒരു 999 ഓഫർ കൂടെ അവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. സ്റ്റൈലും സൗന്ദര്യവും ഇനി ഒരിടത്ത്. ബാർബർ സ്റ്റോറി ഫാമിലി സലൂൺ, വിഘ്നേശ്വര പൊല്യൂഷൻ സെന്ററിന് സമീപം, മാവിൻചുവട്, കല്ലൂർ. ഫോൺ 9539900403. കൊടും ചൂടിൽ തളർന്നുവരുന്ന വഴിയാത്രക്കാർക്ക് ദാഹമകറ്റാൻ കൊടകര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ സംഭാര വിതരണം ആരംഭിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രനില ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വിനയൻ തോട്ടാപ്പള്ളി, ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ TS അഭിലാഷ്, ജനപ്രതിനിധികളായ ലിൻഡോ കരുത്തി, ഗിരിജ ശ്യാംകുമാർ, ജിൻസി റാഫി, അസിസ്റ്റന്റ് സെക്രട്ടറി MA സുനിൽകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റിനു സമീപം മധ്യവയസ്കനെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. കരുമത്ര നീണ്ടിശ്ശേരി വീട്ടിൽ സുനി എന്ന് വിളിക്കുന്ന ജോർജ് പോൾ 54 വയസ്സാണ് മരിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. കാലാവസ്ഥ. കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. മാള ഗവൺമെൻറ് ITIയിൽ സ്കിൽ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി സഹകരിച്ച് ഡിപ്ലോമ ഇൻ മറൈൻ മെക്കാനിക്കൽ, ഫിറ്റർ ആൻഡ് ഷിപ്പ് ടെക്നോളജി, ഡിപ്ലോമ ഇൻ ഓയിൽ ആൻഡ് ഗ്യാസ് ടെക്നോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. 6 മാസം കാലാവധിയുള്ള കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് നൽകുന്നു. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 8136806093. വെള്ളിക്കുളങ്ങര KICB സെക്ഷന് കീഴിൽ പത്തുകുളങ്ങര, കൊരേച്ചാൽ ലിഫ്റ്റ്, നെല്ലിപ്പറമ്പ് കനാൽ പരിസരം, വാസുപുരം, അണിയത്ത്, അമ്പലം പരിസരം എന്നിവിടങ്ങളിൽ പുതിയതായി സ്ഥാപിച്ച ട്രാൻസ്ഫോർമറുകളിൽ വ്യാഴാഴ്ച മുതൽ വൈദ്യുതി പ്രവഹിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 14,185 രൂപയും പവന് 1,13,480 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഹാദുരന്തത്തിൻ്റെ മരവിപ്പും ഞെട്ടലും മാറാതെ മുണ്ടത്തിക്കോടും പൂരനഗരിയും. വെടിക്കെട്ട് പുരയിലെ സ്ഫോടനത്തിൽ മരിച്ചവരുടെ എണ്ണം 14ആയി. പറപ്പൂക്കര ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ഠി ആഘോഷിച്ചു. വർണ്ണക്കാഴ്ചയായി കാവടിയാട്ടം. വാൽപ്പാറ ദുരന്തം, ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. മുൻ മന്ത്രി PK ചാത്തൻ മാസ്റ്ററെ അനുസ്മരിച്ച് BKMU പുതുക്കാട് മണ്ഡലം കമ്മിറ്റി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.
പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.